കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ മാനപാത്രങ്ങൾ എന്ന സ്നേഹവിരുന്നിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മാനപാത്രങ്ങൾ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തിൻ്റെ മാനപാത്രങ്ങൾ എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത് ദൈവത്താൽ മാനിക്കപ്പെടുന്നവരെന്നാണ്. ദൈവത്താൽ ആദരിക്കപ്പെടുന്നവർ, ദൈവത്താൽ പ്രശംസിക്കപ്പെടുന്നവർ. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമി വഷളത്വം കൊണ്ട് നിറഞ്ഞ സമയത്ത് സ്വർഗത്തിലെ ദൈവം താൻ ദുഃഖിതനായി തീർന്നു, വളരെ നിരാശനായി തീർന്നു എന്ന് നാം കാണുന്നു. ആയതുകൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കാൻ തക്കോണം താൻ ആഗ്രഹിച്ചു ഒരു ജലപ്രളയത്താൽ. എന്നാൽ അന്ന് അപ്രകാരം ആ ഭൂമിയെ നശിപ്പിക്കാൻ തക്കോണം തീരുമാനിച്ച സമയത്ത് നോഹ എന്ന ഒരു നീതിമാൻ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ഈ ഭൂമിക്ക് സംഭവിക്കുമായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും മനുഷ്യ വംശനാശം തന്നെ സംഭവിക്കുമായിരുന്നു. ഈ ഭൂമി നിർജ്ജന പ്രദേശമായി മാറുമായിരുന്നു. ഈ ഭൂമി ഒരു മരുഭൂമിയായി മാറുമായിരുന്നു. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ഒരു പൂർണ്ണ നാശത്തിലേക്ക് നയിക്കുവാൻ തക്കോണം അത് കാരണമായി മാറുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം, അത് സംഭവിച്ചില്ല. അതിന് കാരണം ഒരു നീതിമാൻ അന്ന് ശേഷിച്ചിരുന്നു. നോഹ ദൈവത്തിന് മുമ്പിൽ നീതിമാനായി കണ്ടു എന്നതാണ്. വേദപുസ്തകം നാം പരിശോധിക്കുന്ന സമയത്ത് ഈ വ്യക്തിയെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. വേദപുസ്തകം നാം വായിക്കുന്ന സമയത്ത് ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 28-29 വായിക്കുന്ന സമയത്ത് തൻ്റെ ജനനത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നു. ലാമേക്കിന് 182 വയസ്സ് ആയപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും അവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞു അവന് നോഹ എന്ന് പേരിട്ടു എന്ന് പറയുന്നു. 32-ാം വാക്യം വായിക്കുമ്പോൾ നോഹയ്ക്ക് 500 വയസ്സ് ആയ ശേഷം നോഹ ശേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു എന്ന് പറയുന്നു. നോഹയുടെ ബാല്യകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വേദപുസ്തകത്തിൽ വലുതായിട്ടൊന്നും പറയുന്നില്ല. വാസ്തവത്തിൽ 500 വയസ്സായതിന് ശേഷം മാത്രമേ നോഹയെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് അറിയാൻ തക്കോണം കഴിയുന്നുള്ളൂ എന്നതാണ് വാസ്തവം. ഈ നോഹ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ നല്ലവനായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ദൈവം ഈ ഭൂമിയെ നോക്കിയിട്ട് അത് വഷളത്വമുള്ള ഭൂമിയായി മാറി എന്ന് കണ്ടു എന്ന് വായിക്കുന്നു. നമുക്ക് വീണ്ടും വായിക്കാം. ഉൽപ്പത്തി 6-ാം അധ്യായം 5 മുതൽ 8 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുതപിച്ചു. അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇടജാതിയെയും ആകാശത്തിലെ പക്ഷിയെയും തന്നെ എന്ന് പറയുന്നു. അവയെ ഉണ്ടാക്കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു എന്ന് കാണുന്നു. അടുത്ത 8-ാമത്തെ വാക്യം ഇവിടെ പ്രധാനമായി നാം ചിന്തിക്കേണ്ടതാണ്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വഷളത്വം നിറഞ്ഞ ഒരു ലോകത്ത് അവൻ താമസിച്ചു എങ്കിൽ തന്നെയും ആ ലോകത്തിൻ്റെ ലൗകിക മോഹങ്ങളോ അതുപോലെ വഷളത്വമോ
മറ്റ് പാവകരമായ ഒന്നും തന്നെ നോഹയുടെ ജീവിതത്തെ പ്രലോഭനം ചെയ്തില്ല, അവനെ അനുകരിച്ചില്ല, അവനെ സ്വാധീനിച്ചില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇത് നമുക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത്. ഏത് സാഹചര്യങ്ങൾ നാം കഴിഞ്ഞാൽ തന്നെയും ആ സാഹചര്യത്തിൻ്റെ അടിമകളായി മാറാതെ, ഒരുപക്ഷെങ്കിൽ നാം താമസിക്കുന്ന സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ നമ്മളെ പാപത്തിലേക്ക് വഴി നയിപ്പാൻ തക്കമുള്ള ചുറ്റുപാടുകളായിരിക്കാം. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെയും അപ്രകാരമുള്ള ചുറ്റുപാടുകൾക്ക് നാം അടിമകളാകാതെ അപ്രകാരമുള്ള സാഹചര്യങ്ങളെ നാം തികച്ചും മറികടന്നു പോകേണ്ടിയിരിക്കുന്നു. ഒരു പാഠമാണ് നോഹ നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര മനോഹരമായ ഒരു പാഠം! ആദാമിൻ്റെ പാരമ്പര്യം അനുസരിച്ച് നോഹ 10ാമനാണ്. നോഹയുടെ ചരിത്രം ഞാൻ മുൻപേ പറഞ്ഞതുപോലെ അധികം അറിഞ്ഞുകൂടെയും തന്നെയും താൻ ജീവിച്ച കാലം മുഴുവനും ദൈവത്തിന് വേണ്ടി ജീവിച്ചവനായിരുന്നു, നീതിമാനായിരുന്നു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അവൻ ദൈവത്തോടു കൂടെ നടന്നു എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ വായിക്കാം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തിന് സ്തോത്രം. വഷളത്വം വിളിച്ച ഒരു തലമുറയിൽ ജീവിച്ച നോഹയെക്കുറിച്ചൂടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ നീതിമാനായിരുന്നു, അവൻ്റെ തലമുറയിൽ അവൻ നിഷ്കളങ്കനായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയ ദൈവമക്കളെ, വഷളത്വം പിടിച്ച ഒരു തലമുറയിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും നീതിമാനായിട്ട് കളങ്കമില്ലാത്തൊരു ജീവൻ നയിപ്പാൻ തക്കണം കഴിയും. ഇത് നോഹ എപ്രകാരമുള്ളൊരു വ്യക്തി ആയിരുന്നു എന്ന് നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം മാനിക്കപ്പെട്ടൊരു വ്യക്തിയായി തീരാൻ തക്കവണ്ണം ഉള്ള നല്ല ഒരു സ്വഭാവ ഗുണങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാത്തോണം കഴിയും. എന്തുകൊണ്ട് ദൈവം നോഹയെ ആദരിച്ചു, മാനിച്ചു എന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമായിട്ട് നമ്മൾ ഇത് എടുക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് നാം ചിന്തിക്കുന്ന സമയത്ത് നോഹയെ ദൈവം മാനിക്കാൻ തക്കവണ്ണമുള്ള കാരണത്തിൽ അവൻ്റെ സ്വഭാവ വിശേഷതകളിൽ പ്രത്യേകിച്ച് രണ്ടാമത്തെ സ്വഭാവ ഗുണം നാം കാണുന്നത് നോഹ അവൻ അനുസരണമുള്ളവനായിരുന്നു എന്നുള്ളതാണ്. എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിൽ ദൈവത്തിന് മുമ്പിൽ അനുസരണമുള്ളവരായിരിക്കാൻ തക്കവണ്ണം കഴിയും. നോഹയെക്കുറിച്ച് പറയാമെങ്കിൽ അവൻ പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ചവനായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്ത് നാം വായിക്കുന്ന സമയത്ത് 6-ാം അധ്യായം വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ദൈവം നോഹയോട് ഒരു പെട്ടകം ഉണ്ടാക്കാൻ തക്കവണ്ണം ആവശ്യപ്പെടുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ ആവശ്യപ്പെട്ട സമയത്ത് ആ പെട്ടകം എപ്രകാരം ഉണ്ടാക്കണമെന്നും അതിൻ്റെ സകല അളവുകളും ദൈവം നൽകുന്നു. നോഹ ആ പെട്ടകം ദൈവം പറഞ്ഞ പ്രകാരം ഉണ്ടാക്കി അത് അപ്പടി അവൻ അനുസരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അവിടെ ദൈവം പറയുന്നത് അവൻ പൂർണ്ണമായി അനുസരിക്കുന്നതിനായിട്ടാണ് കാണുന്നത്. ഉൽപ്പത്തി 6-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത് ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എത്ര മനോഹരമായ ഒരു വാക്യമാണ്. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം ദൈവം പറഞ്ഞതിന് 1 സെൻറ്റിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ അവൻ ചെയ്തിരിക്കുന്നു എന്ന് കാണും. പിന്നീട് നാം വായിക്കുന്ന സമയത്ത് ആ പെട്ടകം ഉണ്ടാക്കിയതിന് ശേഷം ആരെയെല്ലാം ആ പെട്ടകത്തിനകത്ത് കയറ്റണം,
പ്രവേശിപ്പിക്കണം എന്ന് ദൈവം അവന് നിർദ്ദേശം നൽകുന്നതായിട്ട് നാം വേദപുസ്തകം നോക്കുന്ന സമയത്ത് കാണുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവന് അതും നിവർത്തിച്ചായിട്ട് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത് അവിടെ കാണുന്നത് യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരം ഒക്കെയും നോഹ ചെയ്തു എന്ന് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ മക്കളെ, ദൈവം കൽപ്പിക്കുന്നത് മാത്രമേ ചെയ്യാവൂ. ദൈവം കൽപ്പിക്കാത്തത് ഒന്നും നാം ചെയ്യാൻ തക്കണം പാടില്ല. നോഹയോട് ദൈവം എന്ത് കൽപ്പിച്ചോ അത് അവൻ ചെയ്തു എന്ന് പറയുന്നു. പൂർണ്ണ അനുസരണമാണ് ഇന്ന് ആവശ്യം. ദൈവം എന്നിലും നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അനുസരണമാണ്. നാം അനുസരിക്കേണ്ടവരാണ്. നാം അനുസരിക്കുന്ന സമയത്ത് ദൈവം നമ്മളിൽ പ്രസാദിക്കും എന്ന് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അനുസരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാനൊരു കാര്യം ഓർക്കുന്നു. റെയിൽവേ പാളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ജോണി തൻ്റെ പിതാവ് നോക്കുന്ന സമയത്ത് ട്രെയിനിൻ്റെ ആ ചൂളം വിളി കേൾക്കുന്ന സമയത്താണ് ആ പിതാവ് ജോണി ഈ റെയിൽവേ പാളത്തിൽ നിന്ന് കളിക്കുന്നതായിട്ട് കാണുന്നത്. ട്രെയിൻ ഏറ്റവും അടുത്ത് എത്തിയെന്നറിഞ്ഞപ്പോഴേക്കും അവൻ ഓടി രക്ഷപ്പെടാൻ തക്കണം അസാധ്യമാണെന്ന് കണ്ട സമയത്ത് ആ പിതാവ് ജോണിയോട് പറയുന്നു, ജോണി, നീ കമഴ്ന്ന് വീഴുക എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നു. അതോടൊപ്പം അവൻ പറയുന്നു, ഞാൻ പറഞ്ഞല്ലാതെ നീ എഴുന്നേൽക്കരുത് എന്നും അവൻ വിളിച്ച് പറയുന്നു. പ്രിയമക്കളെ, ജോണി അതേപോലെ തൻ്റെ പിതാവ് പറഞ്ഞതനുസരിച്ചു അവൻ കമഴ്ന്ന് ആ റെയിൽ പാളത്തിലേക്ക് വീണ് അപ്രകാരം കടന്നു. ട്രെയിൻ കടന്നു പോയി. അതിനുശേഷം പിതാവ് പറഞ്ഞു, ജോണി എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വന്നു. അനുസരണം നമ്മുടെ ജീവനെ രക്ഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. അനുസരണം ഒരു വ്യക്തിയുടെ ജീവനെ രക്ഷിക്കുന്നു. ഇവിടെ നോഹയും തൻ്റെ കുടുംബത്തെയും രക്ഷിപ്പാൻ തക്കണം കാരണം ദൈവം രക്ഷിച്ചതിന് കാരണം തന്നെ അവരുടെ അനുസരണം കൊണ്ടാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നുണ്ട്. വേദപുസ്തകം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അനുസരണം യാഗത്തെക്കാളും നല്ലത് എന്ന് പറയുന്നു. അനുസരണം യാഗത്തെക്കാളും ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് പ്രത്യേകിച്ച് പറയുന്നു. പ്രിയ മക്കളെ, നാമും ദൈവത്തെ അനുസരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രായപ്പാൻ തക്കണം കഴിയും. അതിന് യാതൊരു സംശയവുമില്ല. നോഹ ദൈവത്തെ അനുസരിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം അവന് പ്രായപ്പാൻ തക്കണം കഴിഞ്ഞു. മറ്റൊരു കഥ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അനുസരണത്തെ സംബന്ധിച്ചോളം ഒരു വീട്ടിൽ ജോയി എന്ന ബാലൻ്റെ ഭവനത്തിൽ അവൻ്റെ അങ്കിളും 2 കുഞ്ഞുങ്ങളുമായിട്ട് ആ ഭവനത്തിലേക്ക് ഒരു വിരുന്നിനായിട്ടവിടെ വന്നു. ആ കുട്ടികൾ വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ ഭവനത്തിന് അകത്ത് കുശലം പറഞ്ഞിരിക്കുകയായിരുന്നു. മറ്റ് അടുക്കള കാര്യാദികളെല്ലാം നോക്കി അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വീട്ടിന് മുൻപേ ഒരു നദി ഒഴുകുകയായിരുന്നു. പെട്ടെന്ന് കളിച്ച് അവരുടെ കയ്യിലിരുന്ന ആ പന്ത് കൊണ്ട് എറിഞ്ഞ സമയത്ത് പന്ത് ആ നദിയിലേക്ക് വീഴുന്നു. പെട്ടെന്ന് ജോയി ആ നദിയിലേക്ക് എടുത്ത് ചാടുന്ന മാതിരി ഓടിപ്പോകുന്നതായിട്ട് കാണുന്നു. ആ നദിയിലേക്ക് അവൻ വീഴും അല്ലെങ്കിൽ എടുത്ത് ചാടും എന്നുള്ള നില ആകുന്ന സമയത്ത് പെട്ടെന്ന് ആ മാതാപിതാക്കളെ കാണുകയും ജോയിയുടെ പിതാവ് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ജോയി, നീ ആ നദിയിലേക്ക് എടുത്ത് ചാടുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട ജോയി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നദിയിൽ ചാടുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വരുന്നതായിട്ടാണ് മറ്റ് അവിടെ ഉള്ളവരെല്ലാം കണ്ടത്. ആദ്യം അത് പറഞ്ഞ സമയത്ത് അവിടെ നിൽക്കുന്നവർക്ക് എല്ലാവരും അതിശയമായി. ഇതെന്താ സംഭവിച്ചത്, എന്താണ് പൂർണ്ണമായി സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് പറഞ്ഞത്, ഇത് അനുസരണമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു. അവനോട് എന്തു പറയുന്നോ അവൻ നേരെ മറിച്ചേ ചെയ്യത്തുള്ളൂ. നമ്മുടെ കുട്ടികൾ പലരും അങ്ങനെയാണ്.
അവരെ ഇങ്ങോട്ട് വിളിച്ചാൽ അവരങ്ങോട്ട് പോകുന്ന ഒരു അനുഭവം. പ്രിയമക്കളെ, അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നീ എടുത്ത് ചാടാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു, ഞാൻ ചാടുന്നില്ല, ഞാൻ എന്നാൽ തിരിച്ച് വരികയാണെന്ന് പറഞ്ഞു. പല കുട്ടികളും അങ്ങനെയാണ്. നമ്മുടെ കുട്ടികൾ അങ്ങനെ ആകാൻ പാടുണ്ടോ നമ്മൾ ചിന്തിക്കുക. പിന്നീട് നോഹയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നോഹയ്ക്ക് വിശ്വാസം, അവന് ദൃഢമായ വിശ്വാസം ദൈവത്തിലുണ്ടായിരുന്നു എന്ന് കാണുന്നു. നോഹ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ചു. അതുമാത്രമല്ല, എബ്രായർ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ആ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അവൻ്റെ പേര് ഉള്ളതായിട്ട് കാണുന്നു. എബ്രായർ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ വായിക്കുന്ന സമയത്ത്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാട് ഉണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു എന്ന് പറയുന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നോഹയെപ്പോലെ എനിക്കും നിങ്ങൾക്കും വിശ്വാസം മുറുകെ പിടിക്കാൻ തക്കോണം കഴിയില്ലയോ? നാം ചിന്തിക്കുക. മോശ വിശ്വസിച്ചുകൊണ്ട് ഒരു മാനവരാശിയുടെ വംശനാശം സംഭവിക്കാതെ ഇന്ന് നമുക്ക് ഈ ഭൂമിയിലായിരിക്കാൻ തക്കോണം കഴിഞ്ഞത് അപ്രകാരമാണ്. അവൻ്റെ വിശ്വാസം മുഖാന്തരം അത് സംഭവിച്ചു. നമുക്കും പ്രിയ മക്കളെ നോഹയെപ്പോലെ വിശ്വസിപ്പത്തക്കൊണ്ണം, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിപ്പത്തക്കൊണ്ണം, ദൈവത്തിൽ ദൃഢമായ വിശ്വാസം നമുക്ക് ഉണ്ടാകാൻ തക്കൊണ്ണം നമ്മൾ ദിവസേന ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. മറ്റൊരു കാര്യം നാം കാണുന്നത്, അവൻ്റെ വിശ്വാസത്തോടൊപ്പം തന്നെ അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നശിച്ചു പോകുന്ന ജനത്തെ ഓർത്തുകൊണ്ട് അവർ മരിച്ചു പോകാൻ പാടില്ല, അവർ രക്ഷപ്പെടണം എന്ന് ഓർത്തുകൊണ്ട് അവർക്ക് അവരുടെ ജീവനെക്കുറിച്ചൊരു കരുതലുണ്ടായിരുന്നു. അവരുടെ രക്ഷയെക്കുറിച്ചൊരു കരുതലുള്ളവനായിട്ട് അവൻ തീരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് അവൻ പോയി ഇതിനിടയിൽ അവർക്ക് വരാൻ പോകുന്ന ദുരിതത്തെ ഓർത്ത്, നാശത്തെ ഓർത്തുകൊണ്ട് അവരോട് അവൻ മുന്നറിയിപ്പ് നൽകുകയും വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് അവരോട് പ്രസ്പഷ്ടമായി പ്രഘോഷിക്കുകയും അവരോട് പ്രസംഗിക്കുകയും ചെയ്തായിട്ട് നമ്മുടെ കാണാതെ കഴിയുന്നുണ്ട്. മറ്റുള്ള രക്ഷയെക്കുറിച്ച് ഉള്ള ഒരു കരുതൽ എനിക്കും നിങ്ങൾക്കും ഇന്ന് ഈ ലോകത്ത് നശിച്ചു പോകാൻ പോകുന്ന ലോകത്ത് നമുക്കത് ആവശ്യമാണ്. ദൈവം അത് കണക്കിടും. അത് നാം ചെയ്തില്ലെങ്കിൽ ദൈവം എന്നോട് നിങ്ങളോട് ചോദിക്കും എന്നത് പറഞ്ഞാൽ നാം സ്വാർത്ഥരായി മാറാൻ തക്കോണം സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. നിസ്വാർത്ഥമായൊരു ജീവിതമാണ് എന്നിൽ നിങ്ങളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. പ്രിയ ദൈവമക്കളെ, ആയതുകൊണ്ട് നാമും അപ്രകാരമുള്ള വ്യക്തികളായിരിക്കണമെന്ന് പറയുന്നു. മറ്റു കാര്യം ചിന്തിക്കുന്ന സമയത്ത് നോഹ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര പേരെ പ്രാർത്ഥിക്കുന്നുണ്ട്? എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. നോഹയുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. കുടുംബമായിട്ട് ഒത്തിരി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. നോഹ പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ നാം വായിക്കുന്ന സമയത്ത് പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരം അവർ പെട്ടകത്തു നിന്ന് വെളിയിറങ്ങിയിട്ട് നോഹ ആദ്യമായിട്ട് ചെയ്യുന്നത് അവൻ ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം പണിതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഒരു പെട്ടകം, ഒരു യാഗപീഠം പണിത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് യാഗം കഴിക്കുന്നവർ കാണുന്നു. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ എത്ര പേര് നമ്മൾ ദൈവത്തിന് വേണ്ടി യാഗപീഠം പണിയുന്നുണ്ട്? നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ എത്ര പേര് യാഗപീഠം പണിയുന്നുണ്ട്? പ്രിയ മക്കളെ, യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ട് അവനെ അനുഗ്രഹിക്കുന്നതായിട്ട് എന്ന് കാണും. അതുമാത്രമല്ല, അവസാനമായി ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ദൈവം നോഹയുമായിട്ട് ഒരു നിത്യ ഉടമ്പടി ചെയ്യുന്നതായിട്ട് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ
ദൈവം നോഹയുമായി ഒരു നിത്യ ഉടമ്പടിയിലേക്ക് അവന് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് വ്യക്തമായി ആ നിയമത്തെക്കുറിച്ച് പറയുന്നു. പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളോടുകൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളം ആവിത്. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല. ദൈവത്തിന് സ്തോത്രം. വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവ്വജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളം എന്ന് ദൈവം നോഹയോട് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നോഹയുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്ന ഒരവസ്ഥ. പ്രിയ ദൈവമക്കളെ, ദൈവം നോഹയുമായി ഒരു നിത്യ ഉടമ്പടി ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഞാനും നിങ്ങളുമായിട്ടൊരു ഉടമ്പടി കരാറിൽ അല്ലെങ്കിൽ എത്തുവാൻ തക്കവണ്ണം ദൈവം താല്പര്യപ്പെടും, കാണിക്കുന്നതായിട്ട് തീർച്ചയാണ്. എപ്രകാരം എനിക്കും നിങ്ങൾക്കും തമ്മിൽ അപ്രകാരം ഒരു ഉടമ്പടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കത്തക്കവണ്ണം കഴിയും എന്ന് ചിന്തിക്കുക. നോഹയെ പോലെ നീതിമാനായി നിഷ്കളങ്കനായി ജീവിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അപ്രകാരം ഒരു ഉടമ്പടിയിലേക്ക് നമുക്ക് കടക്കാൻ തക്കവണ്ണം കഴിയും. പ്രിയ മക്കളെ, എന്നെ കേൾക്കുന്ന ഏവരുമേ, അപ്രകാരം ഒരു ഉടമ്പടിക്ക് വേണ്ടി ദൈവം എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന നാശത്തെ നിന്ന് ഒഴിഞ്ഞു പോകാൻ തക്കവണ്ണം ദൈവം എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവൻ്റെ ശബ്ദം കേൾക്കുക. അവൻ നമ്മെ സ്വീകരിക്കുന്നു. അവൻ നമ്മളെ വിളിക്കുന്നു. അവൻ നമ്മളെ വിളിക്കുന്ന സമയത്ത് നാം അവൻ്റെ ശബ്ദം കേൾക്കുക. അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൽ നമ്മൾ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നോഹ ജീവിച്ച് മരിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും ജീവിച്ച് മരിക്കണമെങ്കിൽ അപ്രകാരമുള്ളൊരു പ്രതിഷ്ഠാ ജീവിതം നയിക്കുക. ഏത് സാഹചര്യങ്ങളിലായിക്കൊള്ളട്ടെ ദൈവത്തെ പരിപൂർണമായി അനുസരിക്കുക. സ്വാർത്ഥത കൈവിടുക. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവമായി ഉടമ്പടി ചെയ്യുവാൻ തക്കവണ്ണം എപ്പോഴും സമയം കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, കഴിഞ്ഞ സമയങ്ങളിൽ ഞങ്ങൾ അത്ഭുതമായി സൂക്ഷിച്ച കൃപകൾക്കൊണ്ട് ഞങ്ങളുടെ സ്തോത്രം. നോഹയെപ്പോലെ വഷത്വമുള്ള ലോകത്തിൽ ഞങ്ങൾ നീതിമാന്മാരെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നവരായി നീതി പ്രവർത്തിച്ച് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. വരാൻ പോകുന്ന ആ നാശത്തിൽ നിന്നും ഞങ്ങൾ ഒഴിഞ്ഞു മാറി നിത്യജീവങ്കിലേക്ക് വരുവാൻ കർത്താവ് ഞങ്ങളെ എടുത്തു വയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണം. സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ.